എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിലെ പറമ്പാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ അമ്മൂമ്മയുടെ ഇല്ലത്തിൻ്റെ പറമ്പ്. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ വീടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടോട്ട് കയറി വരാൻ നേരത്തൊരു 10-20 കപ്പയാണ് നമ്മൾ കാണുന്നത്. കുറേ കപ്പയുണ്ട്. അപ്പോൾ ഈ കപ്പയൊക്കെ നമ്മൾ ഇന്നലെ ആളെ വിളിപ്പിച്ച് ചെയ്ത കപ്പയാണ്. 20 ഏതാണ്ട് വരും. ഞാൻ ഇന്നലെ കണ്ടില്ലായിരുന്നു നടുന്നത്. അപ്പോൾ ഇവിടെ കുറേ കപ്പയുണ്ട്. പിന്നെ വന്നിട്ട് ചേമ്പുണ്ട്. ആ കാണുന്നത് ചേമ്പാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. പിന്നെ കുറേ വാഴയുണ്ട്. ഇതൊക്കെ നല്ല വാഴയാണ്. വാഴയുടെ സൈഡിൽ കപ്പ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അടുത്ത കപ്പ നല്ല നീളമുള്ള കപ്പ. ഇതും നല്ല ചേമ്പാണ്. വിടർന്നില്ല ഇത്. അപ്പോൾ നമ്മൾ നല്ല തെങ്ങ് കണ്ട്. അടുത്ത ചക്കയാണ്. ചക്കയ്ക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പെട്ടി തുറന്ന നാടാകെ അറിയും, അങ്ങനെയുണ്ട്. അപ്പം ഇതെല്ലാം ഇന്നലെ ചെയ്തതാണ്. ഇത് പിന്നെ ഇരുമ്പും പുളി. അപ്പം ഇത് നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന പിച്ചാണ്. ഇവിടെ നല്ല പുളിയാണ്. ഇവിടെ പുളി ഉണ്ടാകുമ്പോൾ നല്ല തണവാണ്. ഇവിടെ കാണുമ്പോൾ നമുക്ക് വലിയതായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും നല്ല തണുപ്പാണ്. പിന്നെ ഇത് ആ പൊട്ടൻ കേശു ഏതാണ്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുകയാണ്, എന്തൊക്കെയോ പൊട്ടത്തരം. എന്നിട്ട് ഇത് നമ്മുടെ അപ്പുറത്തെ ഒരു അയ്യമാണ്. ഇത് കാണാൻ നല്ല രസമാണ്. ഇത് നമ്മൾ വീഡിയോ കൂടെ കാണിക്കുന്ന പോലൊന്നുമല്ല, നല്ല രസമാണ്. ഇവിടെ വന്നെങ്കിലേ അത് അറിയത്തുള്ളൂ നമ്മൾ. കാരണം അത്രയ്ക്ക് തണുപ്പും അതൊക്കെയാണ് സംഭവം. തണുപ്പ് ഉണ്ട്. പിന്നെ വെയിലൊക്കെ നമുക്ക് കാണാം, പക്ഷേ വെയിൽ അത്രയ്ക്കില്ല. ഇത് എൻ്റെ അച്ഛൻ്റെ വീട്, ഞാൻ നിൽക്കുന്ന സ്ഥലം, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ ആലപ്പുഴയാണ്. പിന്നെ ഇത് കൊല്ലമാണ്. കൊല്ലം ശാസ്താംകോട്ട എന്ന് പറയും. ശാസ്താംകോട്ടയിലൊക്കെ മലയൊക്കെ ഉണ്ട്, മലയും കാടും ഒക്കെ ഉണ്ട്. അപ്പം കാടൊന്നും വലുതായിട്ടില്ല, പക്ഷേ ഇച്ചിരി പൊക്കമുള്ള സ്ഥലമാണ്. അപ്പം ശാസ്താംകോട്ട കായലൊക്കെ അപ്പം നമ്മുടെ കളഞ്ഞു പോയ ബോളൊക്കെ കിട്ടി. പിന്നെ ഇവിടെ ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ജോലി അമ്മൂമ്മയും ചെയ്യും. പിന്നെ എൻ്റെ മാമൻ പട്ടാളത്തിലാണ്. മാമൻ ലീവിന് വരുമ്പോൾ മാമനും വന്ന് ഇവിടെയൊക്കെ ചെയ്യും ജോലിയൊക്കെ. ഞാനും ഇടയ്ക്കൂടെ ചെയ്യും. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ വലിയ കാടൊന്നുമില്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കാടൊക്കെ ഇച്ചിരി ഉണ്ട്. അപ്പോൾ സഹകരിച്ചാൽ നന്ദി.